മാർ യൗസേപ്പ് പിതാവിന്റെ സന്താപങ്ങൾ. എന്നെ അനുഗമിക്കുവാൻ മനസ്സാകുന്നവൻ സ്വയം പരിത്യജിച്ച് അവന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. മിശിഹായെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാവർക്കും സഹനത്തിനുള്ള അവസരങ്ങളുണ്ടാകും. കുരിശുകൾ ഈശോയുമായിട്ടുള്ള ഐക്യത്തിനുള്ള ക്ഷണമാണ്. ദൈവമാതാവായ പരിശുദ്ധ കന്യക ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൽ ഭാഗഭാക്കായിക്കൊണ്ട് നമ്മുടെ പരിത്രാണന കർമ്മത്തിൽ സഹകരിച്ച് അവൾ സഹരക്ഷക, വ്യാകുലാംബിക എന്നെല്ലാമുള്ള അഭിദാനങ്ങൾക്കർഹയായി സഹനത്തിലൂടെ നാം മിശിഹായുടെ രക്ഷണീയ കർമ്മത്തിൽ സഹകരിച്ച് സഹരക്ഷകരായി തീരുന്നു. ഈശോ മിശിഹായുടെ വളർത്തുപിതാവായ മാർ യൗസേപ്പ് പിതാവും സഹന നിയമത്തിന് അപവാദമായിരുന്നില്ല. തിരുകുടുംബം എല്ലാ വർഷവും പെസഹ തിരുനാളിന് ഓസ്ലത്തേക്ക് തീർത്ഥയാത്ര കഴിച്ചിരുന്നു. ഈശോയ്ക്ക് 12 വയസ്സായിരുന്നപ്പോൾ പതിവ് പോലെ അവർ ഓസ്ലിം ദേവാലയത്തിലേക്ക് ദൈവാരാധനയ്ക്കായി പുറപ്പെട്ടു. ദൈവാരാധന കഴിഞ്ഞ് എല്ലാവരും ഭവനങ്ങളിലേക്ക് മടങ്ങി. ദിവ്യകുമാരൻ മാത്രം ഓസ്ലയത്ത് വസിച്ചു. സാധാരണ പുരുഷന്മാരും സ്ത്രീകളും 2 വഴിക്കാണ് യാത്ര ചെയ്യുക. ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞാണ് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഉണ്ണി മിശിഹ മാതാവിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിശുദ്ധ യൗസേപ്പും വളർത്തുപിതാവിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പരിശുദ്ധ കന്യകയും വിചാരിച്ചിരിക്കണം. കൂടാതെ കുട്ടികളും സംഘം ചേർന്നാണ് യാത്ര കഴിക്കുക. അക്കൂട്ടത്തിലുണ്ടെന്ന് കരുതാവുന്നതാണ്. ഏതായാലും ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ദിവ്യസുതൻ തങ്ങളോട് കൂടി ഇല്ലെന്നുള്ള വസ്തുത കന്യകാംബികയും വിശുദ്ധ യൗസേപ്പും മനസ്സിലാക്കുന്നത്. ഏതാദൃശ്യമായ സാഹചര്യത്തിൽ മാതാപിതാക്കന്മാർക്കുണ്ടാകുന്ന ഹൃദയവേദന എത്ര നിസ്സീമമാണെന്ന് പഠിപ്പിക്കുക മാത്രമേ നമുക്ക് കഴിയൂ. വിശുദ്ധ യൗസേപ്പ് വളർത്തുപിതാവാണെങ്കിലും പിതൃനിർവിശേഷമായ സ്നേഹം ഈശോയോടുണ്ടായിരുന്നു. അതിനാൽ മാർ യൗസേപ്പും കന്യകാമേരിയും കൂടി ദിവ്യസുതനെ അന്വേഷിച്ചു പുറപ്പെട്ടു. ബന്ധുക്കളുടെയും പരിചിതരുടെയും ഇടയിൽ ഉണ്ണി മിശിഹായെ അന്വേഷിച്ചു. തങ്ങളുടെ ഉത്തരവാദിത്തരഹിതമായ പ്രവൃത്തിയോ അനാസ്ഥയോ നിമിത്തമാണോ ദിവ്യകുമാരൻ തങ്ങളെ ഉപേക്ഷിച്ചത് എന്നുള്ള സംശയവും ഭയവും അവർക്കുണ്ടായിരുന്നിരിക്കാം. ഏതായാലും 3-ാം ദിവസം ദേവാലയത്തിൽ വെച്ച് നിയമജ്ഞരുമായി തർക്കിക്കുന്ന രംഗമാണ് അവർ കാണുന്നത്. മാതാവ് ഇപ്രകാരം ചോദിച്ചു: മകനെ, നീ എന്തുകൊണ്ടാണ് ഇപ്രകാരം ചെയ്തത്? ഞാനും നിന്റെ പിതാവും ദുഃഖത്തോടു കൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ഈശോ ഇപ്രകാരം അരുളി ചെയ്തു: നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അന്വേഷിച്ചു? ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിലായിരിക്കേണ്ടയോ? വിശുദ്ധ യൗസേപ്പിന്റെ മുഖം അഗാധമായിരുന്നു എന്ന് ദിവ്യജനനി തന്നെ പറയുന്നു. എങ്കിലും ഈശോയെ കണ്ടപ്പോൾ അവരുടെ മുഖമെല്ലാം മാറി സൗഭാഗ്യം അനുഭവിച്ചു. നാമും ക്ലേശങ്ങളിൽ ഭഗ്നാശരാകാതെ ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും. പലപ്പോഴും വലിയ ദുഃഖത്തിലൂടെ ദൈവത്തിന്റെ പക്കലേക്ക് നമ്മെ അടുപ്പിക്കുക. മാർ യൗസേപ്പിന്റെ മാതൃക നമുക്ക് സഹനത്തെ പ്രശാന്തമായി അഭിമുഖീകരിക്കുവാനുള്ള പ്രചോദനം നൽകണം. ഈശോയോടുള്ള സാരൂപ്യവും കുരിശിലൂടെ ലഭിക്കുന്നു.